വളരെ ഗൗരവമായ എൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കും. ഈ നാളുകൾ കഴിഞ്ഞ 4 മാസം കഴിഞ്ഞൊരു ശരിക്കും പറഞ്ഞാൽ ഏപ്രിൽ മാസത്തിന് ശേഷം കർത്താവ് എന്നെ ഒരുപാട് രാജ്യങ്ങളിൽ ശുശ്രൂഷയ്ക്കായിട്ട് കൊണ്ടുപോയി. ഒന്ന് ഞാൻ പോകുന്നത് ആദ്യം പോയി എനിക്ക് തോന്നുന്നു റോമിൽ കൺവെൻഷൻ നടത്തി. വത്തിക്കാനടുത്ത് വലിയൊരു ബൈബിൾ കൺവെൻഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം സ്വീഡനിൽ ഞാൻ പോയി, സ്വീഡൻ കൺവെൻഷൻ, അത് സ്വിറ്റ്സർലൻഡ്, ഇങ്ങനെ രാജ്യങ്ങൾ പോയി. അതിനുശേഷം ഞാൻ യുഎസിൽ അമേരിക്കയ്ക്ക് ഞാൻ പോയി. അമേരിക്കയിൽ പോയിട്ട് ചിക്കാഗോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ പോയി. അതിനുശേഷം ദൈവം അനുഗ്രഹിച്ച് പിന്നെ ഞാൻ ഓസ്ട്രേലിയ ഭൂഖണ്ഡം അവിടെ പോയി. ഓസ്ട്രേലിയ മെൽബൺ കൺവെൻഷൻ നടത്തി. സിഡ്നി പോയി, അതുപോലെ തന്നെ ന്യൂസിലൻഡിൽ പോയി. ഇത്തരം രാജ്യങ്ങളിൽ പോയി കഴിയുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കുക. ഈ കേരളത്തിൽ നിന്ന് നല്ല മാർക്ക് മേടിച്ച്, എൻട്രൻസിനൊക്കെ ഫസ്റ്റ് റാങ്ക് മേടിച്ച്, അല്ലെങ്കിൽ നല്ല മാർക്ക്, ഉയർന്ന മാർക്ക് മേടിച്ച്, IELTSനൊക്കെ ടോപ്പ് റാങ്ക് മാർക്ക് മേടിച്ച്, ഒരു ഡാൻസിനൊക്കെ ടോപ്പ് റാങ്ക്, നല്ല ഡാൻസ്, എല്ലാത്തിനും ഫസ്റ്റ് പ്രൈസും ഒക്കെ മേടിച്ച് ഇവിടുന്ന് ജോലി നേടി, എന്തോ വലിയ നേട്ടം നേടി എന്ന രീതിയിൽ ഇംഗ്ലണ്ട് ഉൾപ്പെടെ ഞാൻ പോയതാണ്. ഈ നാളുകളെല്ലാം പോയി അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ പോയ, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയ പല കുഞ്ഞുങ്ങളുടെയും കുടുംബ ചരിത്രം ദൈവം നേരെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. 30 മിനിറ്റോളം എനിക്ക് അവിടെ ഒരു രാജ്യത്ത് ചെന്നപ്പോൾ എനിക്ക് നല്ല പനിയും ക്ഷീണവുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആളുകളെ കാണാൻ പറ്റുന്നില്ലായിരുന്നു. അതാ ഞാൻ അവസാനം ഒത്തിരി പേര് ഇങ്ങനെ വേദനയോടെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വിടാൻ പറഞ്ഞു. അങ്ങനെ 1/2 മണിക്കൂർ നേരം ഞാൻ ആളുകളെ കണ്ടതിനിടയിൽ 17 ഡൈവോഴ്സ് കേസ് വന്നു. 1/2 മണിക്കൂർ ആളുകളെ കണ്ടപ്പോൾ അതിൽ 17 ഡൈവോഴ്സ് കേസ്. ഈ ഡൈവോഴ്സ് കേസുള്ള പിള്ളേരുടെ ചരിത്രം കേൾക്കുമ്പോൾ മിക്കവാറൊക്കെ നാട്ടിൽ നിന്ന് ഏറ്റവും നല്ല പാട്ട് പഠിക്കുന്ന കുട്ടികൾ, മാർക്ക് മേടിച്ച് വിദേശ രാജ്യങ്ങളിൽ ചെന്ന പല കുട്ടികളും ഇന്ന് പള്ളി പോക്കില്ല, കുമ്പസാരമില്ല, കുർബാനയില്ല. ഇതെല്ലാം ഭൗതിക പറുദീസ, ഭൗതിക നന്മ, ഭൗതിക വളർച്ച, ഇൻ്റലക്ച്വൽ ഗ്രോത്ത്. ഞാനടുത്തു പാപം ചെയ്യുന്നത് പഠനം കൂടിക്കാണ്. വിദ്യാഭ്യാസം കൂടിയാൽ പാപം കുറയുന്ന കരുത്. വിദ്യാഭ്യാസം കൂടിയെടുത്താൽ ഏറ്റവും കൂടുതൽ തിന്മ കൂടുതൽ. അല്ലാണ്ട് പാവപ്പെട്ടവൻ്റെ ഇടയിൽ കുഴപ്പമൊന്നുമില്ല. തോറ്റ് കിടക്കുന്നവൻ അവൻ തോൽവിയേ ഉള്ളൂ. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയുണ്ട്, ദൈവഭയമുണ്ട്, ദൈവസ്നേഹമുണ്ട്. ഒന്നുമില്ലെങ്കിലും ദൈവം എന്ന വിചാരമെങ്കിലും ഉണ്ട്. പക്ഷേ വിദ്യാഭ്യാസം കൂടി, പഠനം കൂടി, കഴിവ് കൂടി, എല്ലാം കൂടി ഇപ്പോൾ അതാണ് കാനാൻ ദേശത്ത് കാലുകുത്തിയപ്പോൾ അതങ്ങ് കളഞ്ഞു. വിദേശത്ത് ഒരു രാജ്യം, ഏത് രാജ്യം ഞാൻ പറയില്ല, കാരണം അതിൻ്റെയൊക്കെ ബന്ധുക്കളും സ്വന്തക്കളൊക്കെ നിങ്ങളുടെ ഈ നാട്ടിലൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അത് വേദനിപ്പിക്കുന്നില്ല, ആരെയും നേരിട്ട് വേദനിപ്പിക്കുന്നില്ല. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയും. ഒരു രാജ്യത്ത് ചെന്നപ്പോൾ അത് വലിയ സങ്കടം തോന്നിപ്പോയി. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. അവിടുത്തെ അച്ഛന്മാർ പറഞ്ഞ് ഞാൻ തിരിച്ച് ഒരു എയർപോർട്ടോട്ട് പോകുമ്പോൾ അവർ പറഞ്ഞു അച്ഛൻ നാളെ രാവിലെ എയർപോർട്ടിൽ പോകണം. അപ്പോൾ അച്ഛൻ ഇന്ന് ഒരു വീട്ടിൽ അവിടെ പോയി താമസിച്ചു. അപ്പോൾ ഈ എയർപോർട്ടിനടുത്താണ് അവരുടെ വീട്. അച്ഛൻ അവിടെ താമസിച്ചു. മാത്രമല്ല അവിടുത്തെ ചേട്ടൻ ഒത്തിരി ദിവസമായിട്ട് ഞങ്ങളോട് പറയാം അച്ഛനെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. ഞാൻ പറഞ്ഞു ഞാൻ പോകത്തില്ല, ആരുടെയും വീട് ഞാൻ പോകാറില്ല. അല്ല അച്ഛൻ ഇതിൽ അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. പോകുന്ന വഴിക്ക് ചേട്ടനും എൻ്റെ അച്ഛൻ എനിക്കൊരു മോനുണ്ട് അച്ഛാ, ആകെ ഒരു മോനേ ഉള്ളൂ, അവൻ ഡ്രഗ്സ് എടുക്കും, ഞാൻ മദ്യപിക്കും, എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പം അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. പോയി. ഇവർ വിദേശ രാജ്യത്ത് വർഷങ്ങൾക്ക് മുമ്പ് പോയവരാ. ഇപ്പം ഇവന് 22-23 വയസ്സ്. വിദേശ രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്ന മലയാളികൾക്കൊരു ശാപം കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയാവോ? അവർക്ക് പണമുണ്ടാകും, പക്ഷേ മക്കൾ കാണിയല്ല. അടുത്തൊരു തലമുറ കാണിയല്ല. അടുത്ത 2 തലമുറ കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം ഒന്നെങ്കിൽ നിരീശ്വരവാദികൾ, എതിർ ചിന്തക്കാർ, വിശ്വാസമില്ലാത്തവർ, ദൈവഭയമില്ലാത്തവർ, അങ്ങനെ ആയിട്ട് ഇവർ മാറുക മുഴുവനാണ്. അത് 1-2 ഒരു തലമുറയിൽ സംഭവിച്ചില്ല, അടുത്ത തലമുറയിൽ അത് സംഭവിക്കുന്ന അനർത്ഥം അവരെന്നോട് പറയുന്ന കാര്യമാണ്. പിന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഈ ദേശത്തുള്ള ഒരാളെന്നോട് പറയാം അച്ഛൻ ഇവിടെയല്ല അച്ഛൻ ധ്യാനിപ്പിക്കേണ്ടത്, അച്ഛൻ ഞങ്ങളുടെ നാട്ടിൽ വെക്കണം, ഇവിടെ ഇഷ്ടം പോലെ അച്ഛന്മാർ ശുശ്രൂഷ ആൾക്കാർ ഇഷ്ടം പോലെ അല്ലേ, അച്ഛൻ ഇങ്ങോട്ട് വാ, കാരണം ഞങ്ങളുടെ ഇവിടെ തീർന്നു. ലോകരാജ്യങ്ങളിലെ ഏറ്റവും സമ്പന്ന രാജ്യത്തിൽപ്പെട്ട ഒരു രാജ്യത്തിലെ ഒരു കുടുംബം എന്നോട് പറഞ്ഞ കാര്യം വാവിട്ട് കരഞ്ഞോട് ശരിയാണ്. അവർ പറഞ്ഞത് 100% സത്യമാണത്. പണത്തിൻ്റെ പിന്നാലെ പോയവർക്കെല്ലാം അടികിട്ടിയിട്ടുണ്ട്. മക്കളെ പണക്കാരാക്കാനായിട്ടും ഓടിയവർക്ക് അടികിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ സഹോദരൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നല്ലൊരു വീടാണ്, എല്ലാ സൗകര്യങ്ങളും. പക്ഷെ ഞാൻ ചെല്ലുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അതിന് മുമ്പ് തന്നെ ഈ അപ്പൻ്റെ മകൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു.
അവനവൻ്റെ ഫ്രണ്ട്സിനിടയ്ക്കോട്ടെ അപ്പനോട് പറയാറൊന്നുമില്ല. അവനങ്ങ് പോകും. പോയിട്ട് അവൻ വരുന്ന ഒരു സമയത്താണ്. അപ്പം ഞാനൊരു നിമിഷം വീട്ടിൽ ചെന്നിട്ട് നിന്നു, ദൈവമേ എന്താണ് ഈ തകർച്ചയ്ക്ക് കാരണം എന്താ? ഒറ്റ കാര്യം ഈശോ നീ എനിക്ക് പറഞ്ഞു. അപ്പം ഈശോ പറഞ്ഞു, മോനെ വേറൊന്നുമില്ല, നീ നോക്കിയിട്ട്. അതെ, ഇവരൊക്കെ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, വലിയൊരു സൗകര്യമുള്ള ഒരു വീട്, ഇഷ്ടംപോലെ വാഹനങ്ങൾ, ഇഷ്ടംപോലെ പണം. ഇതിനു വേണ്ടി അവർ ഓടിയതാ. അപ്പോൾ ഈ ഓട്ടം നഷ്ടം വരുമെന്ന് അവർ മക്കളെ മറന്നു. അവരെല്ലാത്തിനേക്കാളും പ്രാധാന്യം കൊടുത്ത് നമ്മളെല്ലാവരും ഒരു ഓട്ടത്തിലാണ് പ്രിയപ്പെട്ടു. ഞാനും നിങ്ങളും ഓട്ടത്തിലാട്ടോ. എന്തിൻ്റെ പിന്നാലെ ഓടുന്നു എന്നുള്ളതാണ്. ആരുടെ പിന്നാലെ ഓടുന്നു, ഏത് വസ്തുവിൻ്റെ പിന്നാലെ. എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ചങ്കൂറ്റത്തോടൊരു കാര്യം പറയാൻ പറ്റും, ധൈര്യത്തോടെ. ഡൊമിനിക്കച്ചൻ ഇന്ന് വരെ ഓടിയത് ഒരൊറ്റൊരെണ്ണത്തിൻ്റെ പുറകെ മാത്രമേ ഉള്ളൂ. അത് നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ മാത്രം. കഴിഞ്ഞ ദിവസം എനിക്കൊരു നല്ലൊരു അനുഭവം എനിക്കുണ്ട്. ഞാനിങ്ങനെ ഒരിടത്തിരുന്ന് സംസാരിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്കറിയാവുന്നൊരു കുടുംബമുണ്ട്. ഒരു അപ്പനും അമ്മയും മക്കളെല്ലാം കൂടെ എൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥനയും ഒഴുകുക. അപ്പോൾ ആ സമയത്ത് ഒരു രസകരമായ സംഭവം, ഞാനിങ്ങനെ ഒരു പ്രത്യേക സംഭവത്തെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഒരാൾക്കൊരു ആത്മീയതയുണ്ട്, ഒരു ദൈവാനുഭവം ഉണ്ടായ ഒരാളെക്കുറിച്ചുള്ള സംസാരം ഇങ്ങനെ പ്രാർത്ഥനയ്ക്കായ വിഷയം വന്നു. അപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞു, എനിക്ക് അതിനകത്ത് ചില സംശയമുണ്ട്. ഞാൻ പറഞ്ഞു കാരണം മറ്റൊന്നുമില്ല, ഇപ്പോഴും അവർ പണം ഉണ്ടാകണം, വലിയ കൊട്ടാരം പണം, ഇത്രയും വലിയ ആത്മീയ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞ്, വലിയൊരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞ് എന്തും ഈ പണം ഉണ്ടാകണം, ബിസിനസ്, പണം, ജോലി, പേരും ഇതിന് പുറകെ ഇങ്ങനെ നടക്കുകയാണല്ലോ. അപ്പോൾ ഈ എൻ്റെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രായമുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ. അപ്പോൾ പെട്ടെന്ന് ആ കുടുംബത്തിൻ്റെ നാഥന, 70-ഓളം വയസ്സ് പ്രായമുള്ള മനുഷ്യനാണ്. അപ്പോൾ എന്നോട് അറിയാതെ പുള്ളി പറഞ്ഞു, പക്ഷേ പുള്ളിയോടുള്ള പരിശുദ്ധാത്മാവാണ് സംസാരിച്ചത്. ശരിയാച്ചാ, ദൈവാനുഭവം കിട്ടിയവന് പിന്നെ വേറൊന്നിൻ്റെയും ആവശ്യമില്ലല്ലോ. അപ്പം ദൈവാനുഭവം കിട്ടിയവന് പിന്നെ വേറൊന്നും വേണ്ടല്ലോ. ശരിക്കുള്ള ദൈവാനുഭവം കിട്ടിയവന്, കാരണം അതിലെല്ലാ സന്തോഷവും ഉണ്ട്, പിന്നെ വേറൊരു സന്തോഷത്തിൻ്റെ ആവശ്യമില്ല. അവർക്ക് വേറൊന്നും സന്തോഷമല്ല, അവർക്ക് ആനന്ദമല്ല. അവർക്ക് ഏറ്റവും വലിയ ദൈവാനുഭവം കിട്ടിയവന് പിന്നെ ഒന്നിൻ്റെ ആവശ്യമില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ അവന് പിന്നെ ഒന്നിൻ്റെ ആവശ്യമില്ല, ഒന്നും അവന് വേണ്ടല്ലോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ കൂട്ടത്തിൽ ശരിയാണല്ലോ. ഞാൻ കാരണം നമ്മുടെ കൂട്ടത്തിലേക്ക് ദൈവാനുഭവം കിട്ടിയെന്ന് പറയുമ്പോഴും ഇപ്പോഴും ലോകവസ്തുക്കളുടെയും സുഖങ്ങളുടെയും പിന്നാലെ പരക്കം പായുന്നുണ്ടെങ്കിൽ അവന് ദൈവാനുഭവം കിട്ടിയത് തോന്നല, അനുഭവമല്ല കിട്ടിയത്. അപ്പം ഞങ്ങൾക്ക് വിശുദ്ധ ബെർണർദീത്തായുടെ ചരിത്രം പഠിക്കുമ്പോൾ ലൂർദിൽ വെച്ച് മാതാവ് അവക്കാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതോടെ അവൾ ഒന്നും വേണ്ട, പിന്നെ അവൾ പിന്നെ കോൺവെൻറ്റിൽ പോയി ചേർന്നു. കോൺവെൻറ്റിൽ കൂടെ സഹനം വന്നിട്ടും അവൾക്ക് ആരോടും പരാതിയൊന്നുമില്ല. അവൾ മരിക്കുന്ന ഒന്നും വേണ്ട. അതാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് ദേവാലയത്തിൽ വെച്ച് ദൈവ ശബ്ദമുണ്ടായി. യജമാനെയാണോ ദാസനെയാണോ നീ സേവിക്കാൻ ആഗ്രഹിക്കുന്നത്, കുരിശിൽ നിന്നൊരു സ്വരം കേട്ടു. അപ്പം ആ അനുഭവം കിട്ടി, ദൈവ ശബ്ദം കിട്ടി, ദൈവ സ്വരം കേട്ടു. അതോടെ അവൻ ആള് മാറി. അതോടെ അതാണ് ആത്മാവിൻ്റെ അഭിഷേകം കിട്ടി. അതോടെ പിന്നെ ഒന്നിൻ്റെ ആവശ്യവനില്ല. അതോടൊപ്പം പറഞ്ഞു, എനിക്കിനി ദാരിദ്ര്യം മതി. ദാരിദ്ര്യത്തെ പ്രതിയതമയായിട്ട് സ്വീകരിക്കുന്നൊരവസ്ഥയാണ്. അതോടെ എല്ലാം മാറുക. വീട്ടിൽ അപ്പൻ്റെ വലിയ സ്വത്തെല്ലാം ഉപേക്ഷിക്കുക. മുഴുവൻ ഉപേക്ഷിച്ചിട്ട് ഇവൻ പോവുക, സന്യാസിലേക്ക് പോവുക. അവന് വേറെ ഒന്നും വേണ്ട. വെറും ചാക്കുടുത്തുകൊണ്ട് നടക്കുമ്പോഴും മഞ്ഞിനകത്ത് കിടന്ന് ഉറങ്ങുമ്പോഴും അല്ല മലമുകളിൽ പോയിരുന്ന് തണുപ്പത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും അവന് നെഗറ്റീവ് തോന്നില്ല, അവന് യാതൊരു ഫീലിംഗ് ഇല്ല. കാരണം അവന് ഏറ്റവും വലിയ അനുഭവം ഉണ്ടായി. ശരിക്കുള്ള ദൈവാനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു ചേഞ്ച്, അതാ വലിയൊരു ചേഞ്ച്. അങ്ങനെ ഒത്തിരി മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കുള്ള ദൈവാനുഭവം ഉണ്ട്. പിന്നെ അവർ എല്ലാം ഇപ്പം നാളുകൾ നമ്മുടെ അണക്കര വലിയൊരു കൂട്ടായ്മ വന്നിട്ടുണ്ട്. കുറേ യുവജനങ്ങൾ, അതെല്ലാം തന്നെ M.Tech പഠിച്ചൊരു പയ്യൻ, അതുപോലെ തന്നെ M.Com, അതുപോലെ CA കംപ്ലീറ്റ് ചെയ്തവർ, ഡോക്ടർ, ഇവരെല്ലാവരും സുവിശേഷ വേലയ്ക്കായിട്ട് ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായിട്ട് എൻ്റെ കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ലോകത്തിൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാമെന്ന് അതിനോട് താല്പര്യം പോയി ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ അവർക്ക് ദൈവാനുഭവം ഉണ്ടായി. അത് ഭ്രാന്തല്ലത്, അനുഭവം ഉണ്ടായത്. ശരിക്കുള്ള ദൈവാനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വസ്തുവിനോട് പോലും നമുക്ക് താല്പര്യം ഉണ്ടാകില്ല, ഒരു വീടിനോട് പോലും താല്പര്യം ഉണ്ടാകില്ല, ഒരു കളറിനോട് പോലും താല്പര്യം ഉണ്ടാകില്ല, സ്വർണ്ണാഭരണങ്ങളോട് താല്പര്യം ഉണ്ടാകില്ല, പേരിനോട് പെരുമയോടും താല്പര്യം ഉണ്ടാകുകയില്ല, വസ്തുക്കളോട് താല്പര്യം ഉണ്ടാകില്ല, ലോക നേട്ടങ്ങളോട് താല്പര്യം ഉണ്ടാകില്ല. ഈ താല്പര്യങ്ങൾ ഇപ്പോഴുണ്ടെങ്കിൽ ഐ എം സോറി ടു ടെൽ യു, അഭിഷേകം ഉണ്ടായിട്ടില്ല.
പാപത്തിൻ്റെ ബന്ധനം കിടപ്പുണ്ട്. വിഭവസമർത്ഥമായ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാൽ നമുക്കത് താല്പര്യം തോന്നില്ല, ഒന്നിനോട് താല്പര്യം തോന്നില്ല. നമ്മളങ്ങ് ജീവിച്ചു പോകും. കാരണം നമുക്ക് ഇഷ്ടം ഈശോയാണ്. ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞു. ദൈവസ്നേഹം സ്പർശിക്കപ്പെട്ടു. അതോടെ നമുക്ക് ചില വ്യക്തിബന്ധങ്ങൾ താലോലിക്കത്തില്ല, ലോകസുഖങ്ങൾ ഒന്നും താലോലിക്കാൻ പറ്റിയല്ല. അപ്പോൾ ആ അനുഭവം അഭിഷേകം കിട്ടേണ്ടത്. ഏറ്റവും കൂടുതൽ മനുഷ്യനെ ഭ്രാന്തനാക്കുന്നതും ഈ കണ്ണിൻ്റെ വിശപ്പാണ്. കണ്ണ് കാണുന്നു, എന്തെല്ലാം കാണുന്നു, വസ്തുക്കളെ കാണുന്നു, സൗന്ദര്യങ്ങൾ കാണുന്നു, കളറുകൾ കാണുന്നു, അത് മുഴുവനും അത് വിശപ്പ് പിടിച്ചൊരു കണ്ണാണിത്. അത് തൃപ്തിയാക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ ഓടുന്നത്. അതിനെ തൃപ്തിപ്പെടുത്താനാണ് മനുഷ്യൻ ഇതെല്ലാം വാങ്ങിക്കൂട്ടുന്നത്. അവൻ്റെ സമ്പാദ്യങ്ങളും മുഴുവൻ്റെ ലക്ഷ്യങ്ങളും ഈ കണ്ണിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. കണ്ണിനാണ് ഈ പ്രശ്നം മുഴുവൻ. അവൻ്റെ ശരീരത്തിനല്ല. ശരീരത്തിൻ്റെ ഏറ്റവും വലിയ വിശപ്പുള്ള അവയവം കണ്ണാണ്. അത് വഴിയിലൂടെ നടക്കുമ്പോൾ വാഹനം കണ്ടു, അതുടനെ അതിന് വിശപ്പാണ്, അതെടുത്ത് സ്വന്തമാക്കാനായിട്ടുള്ള പിന്നെ അവൻ്റെ നീക്കങ്ങളാണ്. അവൻ്റെ അയൽവക്കത്തൊരു മുഴുത്ത വീട് കണ്ടു, ഉടനെ ആ വീട്, അതാണ് കണ്ണാണ് വിശപ്പ്, വേറെ ഒന്നുമില്ല. വയറിനല്ല വിശപ്പ് കൂടുതൽ, ശരീരത്തിൽ കണ്ണിനാണ് ഏറ്റവും കൂടുതൽ വിശപ്പ് വരുന്നത്. ആ വിശപ്പ് തീർക്കാം. അത് അഭിഷേകം പോയത് കൊണ്ടാണ്. പാപം മൂലം കണ്ണിന് അനോയിന്റിങ് നഷ്ടപ്പെട്ടു പോയി. അതാണ് ഫ്രാൻസിസ് അസീസിക്ക് അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആഗ്രഹങ്ങളില്ലാതായി തീർന്നു. ആ ആർത്തി തീർന്നുപോയി. കണ്ണ് കാണുന്നതെല്ലാം വേണമെന്നുള്ള ചിന്ത പോയി. ആഗ്രഹങ്ങൾ മുഴുവൻ നേരെ ഓപ്പോസിറ്റായി മടി തിരിച്ചടിക്കാൻ പോയി. അത് തിരിഞ്ഞു പോയി. ഒന്നും വേണ്ട. അതായത് അഭിഷേകം, അതാണ് അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആത്മാവിൻ്റെ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ മൈൻഡിനെന്നറിയാവോ, ഈ ഭൂമിയിൽ പിന്നെ ആൾക്കൊന്നിൻ്റെയും ആവശ്യമില്ല. പിന്നെ ആളുടെ ലക്ഷ്യം മുഴുവനും സ്വർഗവും സ്വർഗീയ ജീവിതം, ഈശോ മാത്രമാണ് ആളുടെ ലക്ഷ്യം. ഈ ഭൂമിയിലൊരു അധികാരമോ സ്ഥാനമാനമോ വലുതോ ഒന്നും അവൾക്ക് വേണ്ട. പിന്നെ ഈ ഭൂമിയിലെ യാതൊന്നിനോടും താല്പര്യമില്ല. നിസ്സംഗത വരികയാണ്. ഒന്നിനോടും ഒരു പ്രത്യേക താല്പര്യമൊന്നുമില്ല, ആർത്തി ഒന്നിനോടും എന്നില്ല, ഒന്നും. പിന്നെ ആകെ എപ്പോഴും ഈശോയോട് കൂടെ ആയിരിക്കണം. നന്മ ചെയ്യണം, പുണ്യങ്ങൾ ചെയ്യണം, പുണ്യപ്രവർത്തികൾ ചെയ്യണം, അനേകരുടെ ആത്മാക്കളെ നേടിയെടുക്കണം. ഈ കൂട്ടായ്മയിൽ രക്ഷപ്പെട്ട ആത്മാക്കൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആത്മാവ് സ്പർശിച്ച മക്കൾ എത്ര പേരുണ്ട് ഈ കൂട്ടായ്മയിൽ? അതാണ് ആത്മാവിൻ്റെ സ്പർശനം. പ്രസ്ലോഷ്, അതാണ് ആത്മാവിൻ്റെ സ്പർശനം. അത് കിട്ടിയ മക്കൾ എത്ര പേരുണ്ട്? എത്ര പേർക്ക് അങ്ങനെ ആകാൻ സാധിക്കുന്നുണ്ട്? അവർക്കാണ് ദൈവ സ്പർശനം കിട്ടിയ മക്കളാണ്. അല്ലാണ്ട് നമ്മൾ സ്പർശനം കിട്ടി എന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ട് കരിയില്ല. ആത്മാവിൻ്റെ സ്പർശനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ ശരീരത്തിൻ്റെ ദാഹം ശമിക്കും. അതാണല്ലോ പറയുന്നത് ഈ വിശുദ്ധ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ സെയിൻറ്റ് ജോൺ ഓഫ് ദ ക്രോസിനെ കുറിച്ച് പറയുന്നത് പോലെ നമുക്കറിയാം, ആളുടെ അപ്പൻ വലിയൊരു കോടീശ്വരനായിരുന്നു, അമ്മ ഒരു പാവപ്പെട്ടയിടത്തായിരുന്നു. ആ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ അപ്പനെയും അമ്മയും കൂടെ അപ്പൻ അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. പിന്നെ വേറൊരുത്ത് വിട്ട് ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബത്തിൽ വളരുമ്പോൾ അവരെ ഉണ്ടാകുന്ന കുഞ്ഞാണ് ഈ സെയിൻറ്റ് ജോൺ ഓഫ് ദ ക്രോസ്. ചെറുപ്പത്തിൽ അപ്പനും മരിച്ചു. പിന്നെ ഇദ്ദേഹം നേരെ അനാഥത്വത്തിൽ വളർന്ന് ഇവൻ പോയിട്ട് ആശ്രമത്തിൽ പോയി കയറുകയാണ്. ആശ്രമത്തിൽ ചെന്ന് കയറുമ്പോൾ അവിടെ ചില സഹോദരങ്ങളിൽ നിന്നുണ്ടാകുന്ന പീഡനങ്ങളുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന് പീഡിപ്പിക്കപ്പെട്ട് ആളിനെ ഒരു ഇരുണ്ട മുറിക്കകത്തിട്ട് പൂട്ടിയിടുന്നുണ്ട്. അപ്പോൾ ഇരുണ്ട മുറിക്കകത്ത് പൂട്ടിയിടുന്ന എല്ലാ ദിവസവും ഒരു സഹോദരൻ വന്നിട്ട് ശിക്ഷ കൊടുക്കും. ശിക്ഷണം ഒരു ചാട്ടുപാറ് കൊണ്ട് ഇവനെ അടിക്കും. അത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഇത്ര അടി വീഴും. അപ്പോൾ അടിക്കുമ്പോൾ ശരീരത്തിൽ മുറിവുകളുണ്ടാകും, മുറിവിലൂടെ ചോര. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ മുഖത്തിനിട്ട് ചാട്ടവാറുകൊണ്ട് അടിക്കുന്നുണ്ട്. ഇരുണ്ട് മുറിക്കുള്ളൂ, പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അത്യാവശ്യ ഭക്ഷണം മാത്രം കൊടുക്കും, മാത്രം കഠിനമായ താമസം ത്യാഗവും എന്ന്. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത. അപ്പോൾ ഇങ്ങനെ മുഖത്തിട്ട് ഇങ്ങനെ ഈ ചാട്ടവാറിനടിച്ച് തലയൊക്കെ പൊട്ടി ചോര ഇങ്ങനെ ഒഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു കുരിശുരൂപം കാണും. ആ കുരിശുരൂപത്തിലേക്ക് നോക്കിയിട്ട് ആ കുരിശുമായിട്ട് അനുരഞ്ജൻ ചേർന്നുകൊണ്ട് ഇദ്ദേഹം തൻ്റെ വേദന മുഴുവൻ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് സ്വീകരിക്കുന്നത് കാണാൻ പറ്റും. പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സഹനത്തിൻ്റെ ഇരുണ്ട രാത്രിയിൽ തൻ്റെ ആത്മാവ് ശരീരം നിശ്ചലമായി കഴിഞ്ഞപ്പോൾ തൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് കൂട്ടിച്ചേർന്നു. ശരീരം നിശ്ചലമായി, എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും നിശ്ചലമായി കഴിഞ്ഞപ്പോൾ തൻ്റെ ആത്മാവ് ദൈവാത്മാവിനോട്
ഐക്യപ്പെടുന്നത് യൂണിയൻ വിത്ത് ഗാഡ്, ദൈവവുമായിട്ട് ആത്മീയ ലയനമുണ്ടാകുന്നു. അപ്പോഴാണ് കാൻഡിക്കിൾ ഓഫ് കാൻഡിക്കിൾസ്, അതായത് സെൻറ്റ് ജോൺ ഓഫ് ദ ക്രോസിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ് ദൈവവുമായിട്ടുള്ള ആ ഒരു ആത്മീയ ലയനത്തിൻ്റെ ഒരു ഗാനങ്ങളാണ് കാൻഡിക്കിൾ ഓഫ് കാൻഡിക്കിൾസ് വരുന്നത്. അപ്പോൾ അത് സംഭവിക്കുന്നത് ശരീരം നിശ്ചലമായി, ശരീരം ആത്മാവ് നിശ്ചലമാക്കി, പഞ്ചേന്ദ്രിയങ്ങൾ നിശ്ചലമാക്കി, കണ്ണിൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ അത് മുഴുവൻ നിശ്ചലമായി, അത് നിശ്ചലമാണ്. കണ്ണിൻ്റെ ആർത്തിയം നിന്നു. അപ്പോൾ ഈ സഹനം, അതാണ് ദൈവം ചിലപ്പോഴൊക്കെ നമുക്ക് വലിയ സഹനം തരും, നല്ലതാണ്. സഹനം കിട്ടുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ നിശ്ചലമാകുകയാണ്. ചെവിയുടെ അത് ആഗ്രഹം നിശ്ചലമായി, നാവിൻ്റെ രുചിക്കാനുള്ള ആഗ്രഹം അത് നിശ്ചലമായി, അത് മുഴുവൻ കണ്ണിൻ്റെ എല്ലാം നിശ്ചലമായി കഴിഞ്ഞപ്പോൾ അവൻ്റെ ആത്മാവ് ദൈവാത്മാവുമായിട്ട്, ക്രിസ്തുവിൻ്റെ ആത്മാവുമായിട്ട്, പ്രിയമണവാളനായ ദൈവവുമായിട്ട് ഒന്നായിത്തീരുന്ന കാണാൻ പറ്റും. അതാണ് അഭിഷേകം പ്രിയപ്പെട്ടവരെ. ആണ് പരിശുദ്ധാത്മ അഭിഷേകം എന്ന് പറയുമ്പോൾ അതാണ് സംഭവിക്കേണ്ടത്. അതാണ് പാപം വിട്ടുപോകണം. അതുകൊണ്ട് ഇപ്പോഴും നമ്മളിൽ അർത്യാർത്തിയും ദുർമോഹങ്ങളും കെട്ടിക്കിടക്കുമ്പോൾ നമുക്കെങ്ങനെ ഒരു അഭിഷേകത്തിൻ്റെ മക്കളായിട്ട് മാറാൻ പറ്റും? സഹനത്തെ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ നമുക്ക് ആത്മാവിൻ്റെ നിറവ് കിട്ടും? ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കൃപയുടെ അഭിഷേകം വെച്ച് കഴിഞ്ഞാൽ അതാണ് രക്ഷപ്പെട്ട ആത്മാക്കൾ. അതാണ് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ആർത്തി തീർന്നു, നിങ്ങളുടെ കണ്ണുകളുടെ ദുരാസക്തി, ചെവികളുടെ ദുരാസക്തി, ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ ദുരാസക്തി, അതാണ് പാപം ആണ്. ഇപ്പോഴും പലപ്പോഴും നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൽ വരുമ്പോൾ ചില ആളുകൾ കാണാം, അവർ വളരെ ഭൗതികതയെ മുഴുകി നിൽക്കുന്ന ഒരാത്മീയത. അങ്ങനെ ആത്മീയത ഇല്ല കേട്ടോ. ഒന്നെങ്കിൽ ആത്മീയത അല്ലെങ്കിൽ ഭൗതികത. അല്ലാണ്ട് ഇതിന് രണ്ടിനും കൂടെ ഒരു മിഡിൽ പാത്ത് ഇല്ല. ഒന്നെങ്കിൽ ദൈവത്തോട് ചേർന്ന് അല്ലെങ്കിൽ ലോകത്തോട് ചേർന്ന്. ഈ ലോകത്തോട് ചേർന്ന് അകന്ന് ദൈവത്തോട് ചേരണമെങ്കിൽ അവിടെയാണ് ആത്മാവിൻ്റെ സ്പർശനം. ഈ കൃപയുടെ ശുശ്രൂഷ സമയത്ത് ഒരുപാട് മക്കൾ സംഭവിക്കാറുണ്ട്. സ്വരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ നാളുകളിൽ വലിയ കോടീശ്വര കുടുംബത്തിൽ പിറന്ന ഒരപ്പനും ഒരു മകനും അവനവൻ്റെ ഭാര്യയും കൂടെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ അടുത്ത് എൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് വന്നു. അവർ ബാംഗ്ലൂർ വലിയൊരു കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറായിട്ട് കഴിഞ്ഞിരുന്ന മനുഷ്യൻ, അത് ജോലി മുഴുവൻ റിസൈൻ ചെയ്തു. അദ്ദേഹം ഭാര്യയും കൂടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ ആത്മീയ മക്കളായിട്ട് ഞങ്ങളെ സ്വീകരിക്കാൻ പറ്റുമോ? ഒന്നുമില്ല അച്ഛാ, വീടും എല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ച് വന്നിരിക്കുക, മൊത്തം ഉപേക്ഷിക്കുക. ഞാൻ പറഞ്ഞു, മക്കളെ തീർച്ചയായിട്ടും ഞാൻ സ്വീകരിക്കുന്നു. എന്ത് വേണം? ഞങ്ങൾക്കൊന്ന് മാത്രം മതി, ഈശോ മാത്രം മതി. പ്രസലോഷ് രണ്ടുപേരും ഒരുപോലെ. ഇപ്പോൾ അവരെൻ്റെ കൂടെ ഫുൾ ടൈം ഇപ്പോൾ അവിടെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ഒരു വലിയൊരു കമ്പനിയുടെ, സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഒരു വലിയ മാനേജിങ് ഡയറക്ടറായിരുന്ന ആളുകളുടെ വൈഫും കൂടെ പൂർണ്ണമായിട്ട് എല്ലാം ഉപേക്ഷിച്ച് ഒന്നുമില്ല. ഇപ്പം ഞാനാണ് അവർക്ക് മാസത്തെ ഭക്ഷണം കൊടുക്കുന്നത്. അവർക്ക് വേണ്ടത് ചിലപ്പോൾ സോപ്പ്, ചീപ്പ് സാധനമൊക്കെ ഞാനാണ് ഇപ്പം മേടിച്ച് കൊടുക്കുന്നത്. അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് എന്ത് വേണമെങ്കിലും മേടിക്കാവുന്നതാണ്. എന്ത് വേണം, കാരണം ജോലി അതുപോലെ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നവരാണ്. മുഴുവൻ ഉപേക്ഷിച്ചവർ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും, വലിയ കുടുംബത്തിൽ പിറന്നവർ. അപ്പോൾ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ദൈവം സ്പർശിച്ചു കഴിഞ്ഞു. ദൈവം സ്പർശിച്ചു കഴിയുമ്പോൾ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ നിശ്ചലമാകും, പഞ്ചേന്ദ്രിയങ്ങൾ നിശ്ചലമാകും, ആഗ്രഹങ്ങൾ നിശ്ചലമാകും. ദൈവത്തിൻ്റെ മകനും ദൈവത്തിൻ്റെ മകളുമായിട്ട് ആ സമയത്താണ് മാറുന്നത്. അതുകൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കളെയും ദൈവം ഇന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. കരങ്ങളുയർത്തി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കണം, ഉണർന്ന് പ്രാർത്ഥിക്കണം. സ്തുതിക്കുന്നു ഉച്ചത്തിൽ തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയാ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. ഒറ്റ വിളി കരമുയർത്തി ഈശോയെ, 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 എൻ്റെ ഈശോ. സർവശക്തനായ ദൈവമാ, കൈകൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ
ഒറ്റ വിളിച്ചോയേ. ട്യൂമറുകളെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ബുദ്ധിമാന്ദ്യം ബന്ധിക്കുന്നു, നിരാശ ബന്ധിക്കുന്നു, യേശുനാമത്തിൽ ബന്ധിക്കുന്നു. മത്തായി 12:28-29 ബന്ധിച്ചിരിക്കുന്നു. ഈ സ്ഥലത്തുള്ള മുഴുവൻ അഭിഷിക്തര് എല്ലാ മക്കളെയും കർത്താവ് നിനക്ക് തരുന്ന കർത്താവ് സന്യസ്തരെ സമർപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ദൈവരാജ്യം മുഴുവൻ, ദൈവജനത്തെ മുഴുവൻ സമർപ്പിക്കുന്നു. ഓരോ കുടുംബങ്ങളും തരും. ദൈവമേ, അങ്ങയുടെ കരുണയുണ്ടാകണേ. കർത്താവ്, ഞാൻ പാപിയാണ്, അയോഗ്യനാണ്, അശക്തനാണ്. കർത്താവേ, എന്നോട് കരുണയുണ്ടാകണേ. ഈ സമയത്ത് അങ്ങയുടെ നാമത്തിൽ ഞാൻ പറയുന്നു, അങ്ങയുടെ നാമത്തിൽ സംസാരിക്കുന്നു. കർത്താവ്, അങ്ങയുടെ നാമം മഹത്വപ്പെടാൻ വേണ്ടി ജെറമ്യ 15:19 നിന്നുകൊണ്ട് വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലാകും. എസെക്കിയേൽ 3:1-3 വരെയുള്ള വചനം. ആരെയും ഭയപ്പെടണ്ട. നിന്റെ നാവിൽ ഞാൻ വചനം തരുന്ന ഈ വചനം സ്വീകരിക്കുക. വചനം നീ ഭക്ഷിക്കുക. എസെക്കിയേൽ 3:17 നിന്റെ നാവിൽ എൻ്റെ വചനം ഞാൻ നിക്ഷേപിക്കുന്നു. ജനത്തെ അത് അറിയിക്കുക. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഈ കൂട്ടായ്മയുള്ള മുഴുവൻ തിന്മയുടെ അരൂപികളെ കൂട്ടത്തോടെ ബന്ധിക്കുന്നു. ദേശത്തിന്റെ കേട്ടഴിക്കുന്നു. വചനം കേൾക്കാൻ, സുവിശേഷത്തിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ മക്കളിലും തിന്മയുടെ ശുദ്ധരെ ബന്ധിക്കുന്നു. ഒറ്റ വിളി കരമെടുത്ത് ഈശോയേ. സ്തുതിക്കുന്നു.